ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ ഇതെല്ലാം കൂടെ കൂടുന്നൊരു സ്ഥലമാണ് ഇസ്രയേലിൻ്റെ സ്ഥലം. മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ഇസ്രയേലിൽ പോയിട്ടുണ്ട്. എനിക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആവേശമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ പറയുന്നു ഇത് അവരുടെ സ്ഥലമാണ്, പലസ്തീനികൾ ക്ലെയിം ചെയ്യുന്നു ഇത് അവരുടെ സ്ഥലമാണ്. അന്ന് യഹോവ അബ്രാഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദിയിലുള്ള ദേശം തന്നിരിക്കും. ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി മുതൽ യൂഫ്രട്ടസ് നദി, ഇറാഖിന്റെ ഭാഗത്തോട് ഒഴുകുന്ന യൂഫ്രട്ടസ് നദി, ഈ സ്ഥലം വരെ, ഇതുവരെയുള്ള സ്ഥലം തന്നിരിക്കുന്നു. ദൈവം അബ്രഹാമിന് നിത്യ ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ഇസാക്കിനോട് ദൈവം പറഞ്ഞു. ആ ഇസാക്കിന്റെ മക്കളിൽ യാക്കോബിനോട് ദൈവം പറഞ്ഞു. യാക്കോബിനാണ് 12 മക്കളുണ്ടായത്. അവരുടെ പേരാണ് ഇസ്രയേൽ. ഇസ്രയേലിൽ പാർക്കുന്ന ജനങ്ങൾ ഒടുന്നു വന്ന ഏതാണ്ട് 135 രാജ്യത്തുനിന്ന് വന്നു. ലൈഫ് ഫോക്കസിൻ്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇസ്രായേലിനെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ വേദപണ്ഡിതനും ഈ വിഷയങ്ങൾ, പ്രവചന വിഷയങ്ങൾ ധാരാളമായിട്ട് പ്രസംഗിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജോൺ ബി തോമസ് അവർകളുണ്ട്. വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇസ്രായേലിനെ കുറിച്ച്, അവരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ഇവരുടെ ഭൂപ്രദേശത്തെക്കുറിച്ചാണ്. 1948 മെയ് 14 ഈ രാജ്യം സ്ഥാപിതമായത്. അപ്പോൾ അന്ന് മുതൽ ഈ പ്രദേശം ഒരു വളരെ കോൺട്രവേഴ്സി നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു സംശയം നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കെല്ലാവർക്കും ഉള്ളത്, ഈ സ്ഥലത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ ഇവരെ ഈ പ്രദേശത്തെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, ദൈവം ഇവരെ തിരഞ്ഞെടുത്തത് സാക്ഷികളായിട്ടാണ്. നിങ്ങളെൻ്റെ സാക്ഷികൾ. ഏകസത്യ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തെ അന്വേഷിക്കുന്നവൻ എങ്ങനെ ദൈവസേനയിൽ അടുത്തു വരണമെന്നും ദൈവത്തോടെങ്ങനെ നിരപ്പ് പ്രാപിക്കണമെന്നും ഒക്കെയുള്ള സത്യങ്ങൾ പഠിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സാക്ഷികളാണിവർ. അപ്പോൾ ദൈവം മനുഷ്യനെ മൊത്തം സ്നേഹിച്ചതുകൊണ്ട് ഇവർക്ക് കൊടുത്ത സ്ഥലം ലോകത്തിൻ്റെ കേന്ദ്രഭാഗമാണ്. ഞാൻ 2-3 വാക്യം വായിക്കാം. അതായത് കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ അന്നേരവും ഇവർക്ക് കൊടുക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? യെശയ്യാ പ്രവചനം 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 24-ാം വാക്യത്തിൽ, അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ, ആ വാക്യം കണ്ടോ? അന്നാളിൽ, അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുന്ന സമയമാണ്. അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ മൂന്നാമതായിരിക്കും. ഇവിടെ എടുത്തു പറഞ്ഞു ഭൂമിയുടെ മധ്യഭാഗത്തിലായിരിക്കും അവർ. വേണ്ട, നമുക്ക് എസെക്കിയേൽ പ്രവചനം നോക്കാം. അതായത് പ്രവാചകൻ പഴയ നിയമ കാലഘട്ടത്തിൽ പറഞ്ഞ ക്രിസ്തുവിന് 600 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ ഭാഗത്തും ഇവരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ എസെക്കിയേൽ 5:5 യഹോവയെ കർത്താവ് ഇപ്രകാരം വിളിച്ചത്, ഇത് യെരുശലേമാകുന്നു, ഞാനതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു, അതിന് ചുറ്റും രാജ്യങ്ങളുണ്ട്. ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ നേഷൻസ്, രാഷ്ട്രങ്ങളുടെ മധ്യേ വെച്ചിരിക്കുന്നു. ഒരു വാക്യൂടെ ഞാൻ വായിച്ചോട്ടെ. അതായത് ഇനിയും ഇസ്രയേൽ ഒരു വലിയ യുദ്ധം ഫേസ് ചെയ്തു. ആ യുദ്ധം ഫേസ് ചെയ്യുമ്പോൾ അന്ന് റഷ്യയുടെ കൂടെയുള്ള രാഷ്ട്രങ്ങളും അവരെ ആക്രമിക്കുമ്പോൾ അവരെവിടെയാണ് പാർക്കുന്നതെന്നറിയാമോ? ഇന്ന് പാർക്കുന്ന ആ സ്ഥലത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് 11-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ എസെക്കിയേൽ 38 ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം. ഭൂമിയുടെ മധ്യേ 3 വാക്യങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചു. ഭൂമിയുടെ മധ്യേ ഉള്ള സ്ഥലമാണ് ദൈവം കൊടുത്തത്. അയിന്തിനാ ദൈവം അവിടും കൊടുത്തേ? ദൈവം ആ ഭാഗത്തിലോട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ വാക്യമുണ്ട്. നമ്മൾ ഓർക്കണം, രാഷ്ട്രങ്ങളൊന്നും അവിചാരിതമായിട്ടുണ്ടായതല്ല. ഈ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലെ ഞാൻ ആ വാക്യം വായിക്കാം. അതിൻ്റെ 8-ാം വാക്യം, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു.
വെൻ he separated the sons of men, ലോകരാജ്യങ്ങളെ ദൈവം വേർതിരിച്ചപ്പോൾ ഇസ്രയേലിൻ്റെ അതിരെ ആദ്യം വരച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് ആ സ്ഥലം ഇവർക്ക് കൊടുക്കാൻ. അബ്രഹാമിനോട് അതാ പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തിലേക്ക് പോകണം. അത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്, ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാനിലെ ഉള്ള സ്ഥലമാണ്. ആ എന്തിനാ അവിടെ കൊടുത്തതെന്ന് ചോദിച്ചാൽ സാക്ഷികളാണല്ലോ. അവിടെ നിന്ന് ഈ പ്രകാശം ഭൂമിയുടെ 4 ഭാഗത്തോട്ടും പോകണം. ഒരു കോർണറിൽ നിന്ന് പോകാനല്ല, ഭൂമിയുടെ സെൻട്രലിൽ നിന്ന് 4 ഭാഗത്തോട്ടും പോകണം. നമ്മൾ ഓർക്കണം, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ ഇതെല്ലാം കൂടെ കൂടുന്നൊരു സ്ഥലമാണ് ഇസ്രയേലിൻ്റെ സ്ഥലം. അപ്പോൾ പഴയ കാലത്തിൽ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ ഒക്കെ യാത്രയാണെങ്കിൽ ഇസ്രയേൽ കൂടെ യാത്ര ചെയ്യത്തുള്ളൂ. മറ്റേ ഭാഗം മരുഭൂമിയാണ്, അറേബ്യൻ മരുഭൂമി. അപ്പോൾ ഇസ്രയേൽ കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ഏകസത്യ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും അവർ മനസ്സിലാക്കും. അങ്ങനെയാണ് ശേബാരാജ്ഞി ഇവിടെ വരുന്നത്. ഭൂമിയുടെ അറ്റത്ത് നിന്ന് വന്നെന്നാണ് കർത്താവ് പറഞ്ഞ്. അവളെങ്ങനെയാണ് അവിടെ വന്നത്? അവിടെ വന്ന കച്ചവടക്കാർ അവിടെ രാജ്യത്തെ എന്ന് പറഞ്ഞു ഈ ദൈവത്തെക്കുറിച്ചും ആ രാജാവിനെക്കുറിച്ചും. അതാണ് ദൈവം ഉദ്ദേശിച്ചത്, നിങ്ങൾ ഭൂമിയുടെ മധ്യേ എൻ്റെ സാക്ഷികളാണ്. അങ്ങനെ അവർക്ക് കൊടുത്ത സ്ഥലമാണ് ഈ കേന്ദ്രഭാഗം. അതിൻ്റെ ഇടയ്ക്കും ചോദിച്ചോട്ടെ, അനേക തവണ അവിടെ പോയിട്ടുണ്ടല്ലോ അല്ലേ? അത് പോകുന്നതൊക്കെ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെ അതൊരു കാരണമായി തീർന്നിട്ടുണ്ട്. ഒരു മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും ഇസ്രയേലിൽ പോയിട്ടുണ്ട്. എനിക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആവേശമാണ്. എനിക്കവിടെ കാണുന്ന ഓരോ കല്ലുകളും ഓരോ സംഭവങ്ങളും ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് കണ്ടതിൻ്റെ ഫലമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഗ്രഹിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവം പർപ്പസിലി എന്നെ അങ്ങനെ കൊണ്ടുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ സ്ഥലം നമ്മൾ ഓർക്കണം, വേറെ ഒരു പ്രത്യേകത, ദൈവം ഇവരെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നു. അതിൻ്റെ കാരണം എന്നാ നമ്മൾ ഓർക്കണം, ലോകത്തിൽ ഏതാണ്ട് 17 വ്യത്യസ്ത സ്ഥലങ്ങൾ പ്രപ്പോസ് ചെയ്തതാണ്. എന്നെ കേൾക്കുന്നവരൊന്നും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് 22-23 ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ. അറബ് മാത്രമല്ല, ആഫ്രിക്കയിലുള്ള അറബ് രാജ്യങ്ങളും ഇസ്ലാമിക് രാജ്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഈജിപ്റ്റ്, ലിബിയ, എത്യോപ്യ, സുഡാന്, ടുണീഷ്യ, അൾജീരിയ, ഇതെല്ലാം ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഒരു 22-23 ഇസ്ലാമിക് രാജ്യങ്ങളിൽ വളയപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതലം അവിടെ. അവർ പറയുന്നുണ്ട്, ഈ തീവ്രവാദികളായ ഈ അറബികൾ, ഇസ്ലാം രാജ്യങ്ങൾ പറയുന്നുണ്ട്, ഇസ്രയേൽ ഈസ് എ ക്യാൻസർ എമംഗ് ദ ഇസ്രയേൽ നേഷൻസ്, ഇസ്ലാമിക് നേഷൻസ്. ഒരു ക്യാൻസറാണെന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഒരു രാജ്യമേ ഉള്ളൂ അല്ലാത്തത്. ഇനിയും അത് ലോക സമാധാനത്തിന് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇവർക്കൊരു രാജ്യം വേണമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. ഉദാഹരണമായിട്ട് സെക്കൻഡ് വേൾഡ് വാർ ഇവരെ കൊന്നൊടുക്കുകയാണ്. അതിനു മുമ്പും സ്പെയിനിൽ കൊന്നൊടുക്കി, ബ്രിട്ടീഷുകാർ ഓരോ രാജ്യങ്ങളിലും ഇവരെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണ്. അന്നേരം ഇവർക്ക് ഒരു സ്ഥലം കൊടുക്കണം, ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. അന്ന് 17 സ്ഥലങ്ങൾ ആ കാലയളവിൽ പ്രപ്പോസ് ചെയ്തു. ഞാൻ ആ 17 സ്ഥലവും കുറിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ന് റഷ്യ പിടിച്ചെടുത്തൊരു സ്ഥലമുണ്ട്, ക്രിമിയ. 1841 ക്രിമിയ ഇസ്രയേലിന് കൊടുക്കാൻ പ്രപ്പോസ് ചെയ്ത ക്രിമിയ. പിന്നെ ഈ കെനിയയുടെ ചില പ്രദേശങ്ങൾ പ്രപ്പോസ് ചെയ്ത, ബ്രസീലിൽ പ്രപ്പോസ് ചെയ്ത, ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രപ്പോസ് ചെയ്ത, വിയറ്റ്നാം പ്രപ്പോസ് ചെയ്തതാണ്. വിയറ്റ്നാം. ഇങ്ങനെ ഒരുപാട് 17 വ്യത്യസ്ത സ്ഥലങ്ങൾ ഇസ്രയേലിന് രാജ്യമായി കൊടുക്കാൻ പ്രപ്പോസ് ചെയ്തു. എന്നാൽ ദൈവത്തിനൊരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, ആ സ്ഥലം ദൈവം ഒരു ഉടമ്പടി കൊണ്ട് കൊടുത്ത. ഇന്നത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ അതായത് ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ പറയുന്നു ഇത് അവരുടെ സ്ഥലമാണ്, പലസ്തീനികൾ ക്ലെയിം ചെയ്യുന്നു ഇത് അവരുടെ സ്ഥലമാണ്. ബൈബിള് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുമാണെങ്കിലും എന്നെ ക്ഷമയോടെ കേൾക്കണം. കാരണം ബൈബിളിനെ ആധാരമാക്കിയാണ് ഞാൻ പറയുന്നത്. ബൈബിളിനെ ആധാരമാക്കി പറയുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അബ്രഹാം ഏതാണ്ട് 75 വയസ്സുള്ളപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത്. അവിടെ വന്ന് അബ്രഹാമൻ അവിടെ വന്ന്
100 വയസ്സായ പിന്നെ ഒരു മകൻ ജനിച്ചത്, ഇസാക്ക്. 85 വയസ്സായപ്പോഴാണ് ഹാഗറിനെ, അതായത് സാറ പറഞ്ഞു ഇനിയും കുട്ടികളൊന്നും ഉണ്ടാകത്തില്ല, അതിലും ഹാഗറിനെ ഭാര്യയായിട്ടെടുത്ത് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇസ്മയിൽ ഉണ്ടാകുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഈ അബ്രഹാം ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തു, എനിക്ക് എൻ്റെ ഇവിടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി ദമ്മശേക്കുകാരനായി ഏലിയാസാർ അത്രയെന്ന് പറഞ്ഞു, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞു, ഇതിന് മറുപടി എന്നാണെന്നറിയാമോ? ദൈവം പറഞ്ഞു, ഏതാണ്ട് 5 യാഗവസ്തുക്കൾ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒത്ത നടുവെ പിളർന്നു വെക്കാൻ പറഞ്ഞു. ഇതെന്താ സംഭവിച്ചെന്നാണ് പറയാൻ പോകുന്നത്. പിളർന്നു വെച്ചു. അബ്രഹാം തനിച്ചിരിക്കുക. ഇവിടെ വായിക്കുന്നുണ്ട്, റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടി ഓടിച്ചു. ഒന്നും സംഭവിക്കുന്നില്ല. സൂര്യൻ അസ്തമിച്ചു. അബ്രഹാമിന് ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വന്നു. പേടിച്ചു. ഈ 5 ഈ യാഗവസ്തുക്കളെ പിളർന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. എന്നിട്ട് വായിക്കുന്നു, അതിൻ്റെ 17-ാം വാക്യത്തിൽ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായപ്പോൾ ഒരു പുകയുന്ന തീച്ചൂള ആ ഭാഗത്തിന് നടുവേ ജ്വലിക്കുന്നൊരു പന്തമായി കടന്നുപോയി. നമ്മൾ ഓർക്കണം, ദൈവം പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടത് തീയിലാണ്. മുൾപ്പടർപ്പിൽ മോശയെ വിളിക്കുമ്പോഴും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ യാഗവസ്തുക്കളുടെ നടുക്കുകൂടെ ഒരു തീപ്പന്തം കടന്നുപോയി. അന്ന്, അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം, അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു. ഹി മേഡ് എ കവനന്റ് വിത്ത് അബ്രഹാം. കവനന്റ്, നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദിയിലുള്ള ദേശം തന്നിരിക്കുന്നു. എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി മുതൽ യൂഫ്രട്ടസ് നദി, ഇറാഖിൻ്റെ ഭാഗത്തോട് ഒഴുകുന്ന യൂഫ്രട്ടസ് നദി, ഈ സ്ഥലം വരെ, ഇതുവരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ രക്ത ഉടമ്പടിയാണ്. നമ്മൾ ഓർക്കണം, ഈ ദൈവം ഒരു തീപ്പന്തമായി ഈ മൃഗങ്ങളുടെ നടുവിലൂടെ എന്തിനാണ് പോയത്? അതായത് യെരമ്യാവ് 34:18 വായിക്കുമ്പോൾ, യെരമ്യാവ് 34:18, കാളക്കുട്ടിയെ 2ആയി പിളർന്നു വെച്ച് അതിൻ്റെ നടുവിലൂടെ നടന്ന് എന്നോട് ഉടമ്പടി ചെയ്തവർ, യഹൂദന്മാർ 2 പേര് തമ്മിൽ ഒരു കവനൻ ഉണ്ടാക്കുക, ഉടമ്പടി. അവർ ചെയ്യുന്നത് ഒരിക്കലും ലംഘിക്കാത്ത ബ്ലഡ് കവനൻ എന്നാണ് പറയുന്നത്. ഒരു മൃഗത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവർ 2 പേരും കൂടി ഇതിന് നടുക്കൂടെ നടക്കും. അങ്ങനെ നടന്ന് അവർ ചെയ്യുന്ന ഉടമ്പടി മരിച്ചാലും ലംഘിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അബ്രഹാമിനെ ദൈവം നടത്തിയില്ല. അബ്രഹാം ഭയന്നിട്ടിരിക്കുകയാണ്. ദൈവം തനിച്ചാ നടന്നേ. ആ തീപ്പന്തമായി അതിൻ്റെ നടുവിലേക്ക് കടന്നുപോയി. അന്ന് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. അതെന്താ ദൈവം അങ്ങനെ ചെയ്ത്? അബ്രഹാമും അവൻ്റെ സന്തതികളും പരാജയപ്പെടാം, അവർ ദൈവത്തെ അനുസരിക്കാതെ വരാം. എന്നാൽ ദൈവം പറഞ്ഞ എന്താ? ഞാൻ ആ ഉടമ്പടി ചെയ്യുന്നത് ഈ ഉടമ്പടി ലംഘിക്കത്തില്ല. ഇനിയും നോക്കണം, ആ ഉടമ്പടി വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-8 വാക്യം, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറ നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. അതിൻ്റെ അർത്ഥം എന്നാ? എറ്റേണൽ കവനന്റ്, നിത്യ ഉടമ്പടി. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അബ്രഹാമിന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇസ്ഹാക്ക് മാത്രമല്ല, പിന്നെ ഇസ്മായിൽ ജനിച്ചു. ഇസ്മായിലിന് 12 മക്കളുണ്ടായി. സാറയുടെ മരണശേഷം കെത്തൂറയെ ബന്ധം 6 മക്കളുണ്ടായി. അങ്ങനെ വരുമ്പോൾ ആർക്കാ കൊടുത്തത്? നിനക്ക് നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കുമാ. കാണിക്കാം. 26-ാം അധ്യായം എടുക്കുമ്പോൾ ഇതാർക്കാ കൊടുത്തിരിക്കുന്നത്? 26-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. അവിടെ ദൈവം പറയുന്നത് 3-4 വാക്യം, ഈ ദേശത്ത് താമസിക്കുക. ഇസാക്കിനോടാണ് പറയുന്നത്, നീ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന്
നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് നിൻ്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അപ്പോൾ അബ്രഹാമിന് ഇസ്മായിലുണ്ട്, കെത്തൂറയിലുള്ള 6 മക്കളുണ്ട്, ഇസ്മായിലിന് 12 മക്കളുണ്ട്. ഇവർക്കാർക്കും കൊടുക്കാതെ ഈ അബ്രഹാമിന് ജനിച്ച ഇസഹാക്കിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ദൈവം പറഞ്ഞു, നോക്കണം, നിനക്ക് നിൻ്റെ സന്തതിക്കും ഈ ദേശം തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിന്നിലാണ് നിവർത്തിക്കുന്നത്. അപ്പം ഇനിയും ഇസഹാക്കിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇസഹാക്കിന് ജനിച്ചത് ഇരട്ട കുട്ടികളാണ്. ഒന്ന് ഏശാവ്, ഒന്ന് യാക്കോബ്. അപ്പോൾ ഇവരിൽ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. അതിൻ്റെ 35-ാം അധ്യായം നോക്കാം. 35-ാം അധ്യായം 35-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യം. 9-ാം വാക്യം. യാക്കോബിനോട് പറയുകയാണ്, നിൻ്റെ പേര് യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല, ഇസ്രായേലിൽ നിന്ന് തന്നെ പേരാകും. എന്നിട്ട് ദൈവം പറയുക 12-ാം വാക്യത്തിൽ, ഞാൻ അബ്രഹാമിനും ഇസാക്കിനും കൊടുക്കുമെന്ന് ദേശം നിനക്ക് തരും, നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം അബ്രഹാമിന് നിത്യ ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ഇസാക്കിനോട് ദൈവം പറഞ്ഞു. ആ ഇസാക്കിൻ്റെ മക്കളിൽ യാക്കോബിനോട് ദൈവം പറഞ്ഞു. യാക്കോബിനാണ് 12 മക്കളുണ്ടായത്. അവരുടെ പേരാണ് ഇസ്രായേൽ. ഞാൻ ഇനി ഒരു വേദഭാഗമൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു സങ്കീർത്തന ഭാഗത്തിൽ ഈ പിതാക്കന്മാരുടെ എല്ലാം കൂടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഒന്ന് എടുത്തോട്ടെ. ആ സങ്കീർത്തനത്തിൽ അത് വളരെ ഇത് ഞാൻ വീണ്ടും ഇത്രയും പ്രാധാന്യതയോടെ പറയുന്നതിൻ്റെ കാരണം, ബൈബിള് പറയുന്ന സത്യം, ബൈബിള് വെളിപ്പെടുത്തുന്ന ഒരു സത്യം, ഇത് ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ നിന്ന് വലിയ കോൺട്രവേഴ്സിയാണ്. അപ്പോൾ ഇത് ബൈബിൾ ഇതാ പറയുന്നത്. 105-ാം സങ്കീർത്തനം 8-ാം വാക്യം. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രായേലിനൊരു നിത്യനിയമമായി നിയമിച്ചു. നിൻ്റെ അവകാശമായ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇത് ഒരു നിത്യ ഉടമ്പടിയാണ്. ദൈവം നേരിട്ട് പിളർക്കപ്പെട്ട യാഗവസ്തുക്കളുടെ നടുവിലൂടെ കടന്ന് അബ്രഹാം തനിച്ചവിടെ ഇരിക്കുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയാണ്. ആ ഉടമ്പടി നിവർത്തിക്കപ്പെട്ടിട്ടില്ല മുഴുവൻ. അതായത് ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി മുതൽ ഫ്രാത്ത് നദി, യൂഫ്രട്ടസ് വരെയുള്ള സ്ഥലം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇന്നത്തെ പല രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടും. ഒരിക്കലും ഇന്നത് കിട്ടത്തില്ല. അത് യേശുക്രിസ്തു 2ാമത് വരുന്ന സമയത്ത് കിട്ടും. ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കും. പക്ഷെങ്കിൽ ഇന്ന് ദൈവം ഈ സ്ഥലത്ത് തന്നെയാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞ് നമുക്ക് ഇത് നോക്കാം. എസെക്കിയേൽ പ്രവചനം 35-ാം അധ്യായത്തിൽ വരുമ്പോൾ 36-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം. ഈ എസെക്കിയേൽ 36-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം പ്രത്യേകം കാണാം. പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ 21 പ്രാവശ്യം ഐ വിൽ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്യും. ഈ 21 പ്രാവശ്യം നമ്മൾ വിലയിരുത്തിയാൽ അത് ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. ഓക്കെ, അതിൽ ഒരെണ്ണവേലും എടുത്ത് ഞാൻ വായിക്കാം. അതിൻ്റെ 24-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇതൊന്ന് കേൾക്കണേ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. ഞാൻ നിങ്ങളെ സകല ജാതികളിൽ നിന്നും ശേഖരിക്കും. ഞങ്ങളെ കേൾക്കുന്നവരോട് ഇപ്പോൾ ചോദിക്കട്ടെ, ഇസ്രായേലിൽ പാർക്കുന്ന ജനങ്ങൾ എവിടുന്ന് വന്നാ? ഏതാണ്ട് 135 രാജ്യത്തു നിന്ന് വന്നാ. ഇന്ത്യയിൽ പോലും അവരുണ്ടായിരുന്നു. കൊച്ചിയിലുണ്ടായിരുന്നു. ഈ കൊച്ചിയിലൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും? 10 പേരിൽ കൂടുതലില്ല ഇവിടെ. ബാക്കി മുഴുവൻ പോയി. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടും. നിങ്ങളെ കൂട്ടി എവിടെ കൊണ്ടുവരും? നിങ്ങളുടെ സ്വന്തം ദേശത്ത് കൊണ്ടുവരും. ബൈബിളിൻ്റെ പ്രവചനം സത്യമല്ലേ? 2000 വർഷം ദേശമില്ലാതെ കിടന്ന ലോകരാജ്യങ്ങൾ മറ്റു സ്ഥലങ്ങൾ വെച്ച് നീട്ടിയപ്പോൾ
സ്വർഗത്തിലെ ദൈവം എടുത്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ഏതാണ്ട് 135 രാജ്യങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് ദൈവം പറഞ്ഞതുപോലെ ഉടമ്പടി കൊടുത്ത ആ സ്ഥലത്ത് തന്നെ അവരെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഇസ്രയേൽ രാഷ്ട്രം ഇന്ന് ആ സ്ഥലത്ത് വന്നിരിക്കുന്നു. അവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുമെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ഈ സ്ഥലവുമായിട്ട് ബന്ധമുണ്ട്. കാരണം അവൻ ഒലിമലയിൽ നിന്നാണ് കയറിപ്പോയത്. അവൻ ഒലിമലയിൽ നിന്ന് അവർ നോക്കി നിൽക്കുമ്പോൾ ഇവൻ കയറിപ്പോയപ്പോൾ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഒലിമലയിൽ നിന്ന് കയറിപ്പോയി, ഒലിമലയിൽ അവൻ മടങ്ങി വരും. അവർ വരുന്നത് ഈ യഹൂദൻ അവനെ അംഗീകരിക്കുമ്പോഴാണ്. യഹൂദൻ ഇന്ന് അംഗീകരിച്ചിട്ടില്ല. അവൻ അംഗീകരിക്കുമ്പോഴാണ് മടങ്ങി വരുന്നത്. അവൻ അംഗീകരിക്കുന്നത് എപ്പോഴാണെന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘോര യുദ്ധത്തിൻ്റെ നടുവിലാണ്. ഇന്ന് കാണുന്ന സംഭവങ്ങൾ മുഴുവൻ ഇവനെ മടക്കി കൊണ്ടുവന്നു. അവനോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞു. ഒരു മഹായുദ്ധമുണ്ടാകും ഇനി. ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കാം ഏതൊക്കെ രാജ്യങ്ങളാണ് ഒക്കെ ഇവരെ യുദ്ധത്തിനായിട്ട് ഇവരോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് ആ യുദ്ധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവർക്ക് യാതൊരു രക്ഷയുമില്ലാതെ വരുമ്പോൾ അവർ യേശുക്രിസ്തുവിനോട് നോക്കിക്കരയും. അവരന്ന് റിയലൈസ് ചെയ്യും. അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കും. അന്ന് യഹൂദന്മാർ ഈ മശിഹയെ തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ജനമായി മാറുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് അവൻ രക്ഷകനായിട്ട് വരും. അന്ന് അവൻ മടങ്ങി വരുന്നത് 2000 വർഷം മുമ്പ് അവൻ വന്നത് ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ്. ഇനി അവൻ വരുന്നത് ലോകത്തിൻ്റെ ന്യായാധിപനായി, രാജാതിരാജാവായി. അവനായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. അപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം നമ്മളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ. ബൈബിളിൽ പറയുന്ന പോലെ ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാദിവസം. യേശുക്രിസ്തുവിനെ പലരും അംഗീകരിക്കുന്നില്ല ഇന്ന്. എന്നാൽ അവൻ വീണ്ടും വരും, അല്ലേ? അത് ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണുന്ന ഒരു ദിവസമുണ്ട്. അന്ന് വിശ്വസിക്കും. ഇന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനം അവർ വളരെ പ്രത്യാശയോടെ അല്ലെങ്കിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്കറിയാം, അവർക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവ് മടങ്ങി വരാറായെന്നുള്ളത് അവർക്കറിയാം. യെസ്. ബൈബിളിലെ പല പ്രവചനങ്ങളും നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അനേക പ്രവചനങ്ങൾ നിവൃത്തിയാകുവാനായിട്ടുണ്ട്. ബൈബിൾ ദൈവത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ്, കന്യകാജനനം, അവൻ്റെ ക്രൂശുമരണം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും കർത്താവ് വീണ്ടും വരുവാനായിട്ട് പോകുന്നു. ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകട്ടെ. ലൈഫ് ഫോക്കസിൻ്റെ പ്രേക്ഷകർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.